അതിനൊരു 100 ജന്മം കൂടി ഇരിക്കണം. നീ ആയായിട്ടും നരിയായിട്ടും പിന്നെ നരനായിട്ടും മനസ്സിലായോടാ? ഇപ്പോഴും ആ സൗണ്ടിന് മാറ്റമൊന്നും വന്നില്ല. ഞാൻ പലപ്പോഴും പറയാറില്ല, നസീർക്ക് ഒരാളെ വിളിച്ചാൽ ഒരു 100 പേരെ വിളിച്ച മാതിരിയാണ്. കാരണം ഒരുപാട് പേരുടെ ശബ്ദം ഇവിടെ നമുക്ക് വേണ്ടി അറിയിക്കും. നസീർക്ക് ഇനി ആരുടെ ശബ്ദം കേൾക്കണം? ആരുടെ? ഇന്നലെ ആരൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നത്? ഇന്നത്തെ നമ്മുടെ ഇനാഗ്രേഷൻ എനിക്ക് അറിയില്ല. എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ തന്നെയാണല്ലോ. ആ വേറെ സ്റ്റാഫില്ല. അപ്പൊ കുഴപ്പമില്ല. വീണ്ടും ഒന്നുകൂടെ പഴയതിലേക്ക്. ഇത് സാറിന്റെ സിനിമയുടെ ഡയലോഗല്ല, ഇത് വേറെ ഡയലോഗാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താ പറയാ, ഇപ്പോഴത്തെ നിങ്ങളെ കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയലോഗ് ആയിരിക്കും കൂട്ടാ. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ലാലേട്ടന്റെ ഒരു ഡയലോഗാണ് പറയുന്നത്. ഒന്ന് നിശബ്ദരായിരിക്കണേ, കാരണം നമുക്ക് ശബ്ദത്തിന്റെ ഒരു പരിമിതി ഉണ്ട് ഇവിടെ. അപ്പൊ ഒന്ന് നിശബ്ദരായിരിക്കും. എന്താ പറയുക, നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. അതുകൊണ്ടാണ് ഒന്ന് അപ്പൊ നിങ്ങൾ ആരും നല്ല പറയണ്ടേ. നമുക്ക് ലൂസിഫർ ലാലേട്ടന്റെ സൗണ്ട് ഞാൻ ഇപ്പോഴും എനിക്ക് മുൻകൂർ ജാമ്യാണ്. ഞാൻ അങ്ങനെ ചെയ്യാത്ത ഒരാളാണ്. ഇപ്പോഴാണ് ഈ കുറച്ച് നാളായിട്ടുള്ളത് തുടങ്ങിയപ്പോൾ. ഉപദേശം കൊള്ളാൻ പോകുന്ന സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നം. തന്റെ തന്തയല്ല എന്റെ തന്ത. ഈ ഡയലോഗ് നമ്മുടെ പണ്ട് വാർത്ത വായിച്ചുകൊണ്ടിരുന്ന ഗോപൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആളെങ്കിൽ നമ്മുടെ ശാസ്ത്രഭാഷ നിങ്ങള് സംസാരത്തിൽ ആ ചർച്ചയിൽ വന്നിരുന്നു. അദ്ദേഹമാണ് ഈ ഡയലോഗ് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നോക്കാം. ഉപദേശം കൊള്ളാൻ പറഞ്ഞു സാറേ, പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്തയല്ല എന്റെ തന്ത. തന്തയെ തിരിച്ചറിയുന്നതിന് വേണ്ടി ടോൾ ഫ്രീ നമ്പറായ 00543215 എന്ന ടോൾ നമ്പറിലേക്ക് വിളിക്കൂ. തന്തയെ തിരിച്ചറിയൂ. ഉപഭോക്താവേ ഉണരൂ. സുരേഷ് ഗോപി ചേട്ടൻ ഒരുപാട് സാറിന്റെ മാസ്റ്റർ ഡയലോഗുകൾ പറഞ്ഞ് നമ്മളെ ഞെട്ടിച്ചാണ്. സുരേഷ് ചേട്ടനാണ് ഈ ലൂസിഫറിലെ ഡയലോഗ് പറയുന്നത്. സുരേഷ് ചേട്ടനെ പറഞ്ഞു തുടങ്ങുമ്പോ സാറ് പറഞ്ഞ ഡയലോഗ് തുടങ്ങാൻ ഉപദേശം കൊള്ളാൻ വന്നു സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്തയല്ല എന്റെ തന്ത. ഈ തന്ത എനിക്ക് വേണം. ഈ തന്ത നിങ്ങൾ എനിക്ക് തരണം. ഈ തന്ത ഞാൻ ഇനി എടുക്കുക.